ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. കുറച്ച് ദിവസമായി റിവ്യൂ ഒക്കെ ഇട്ടിട്ട്. സോ തിയേറ്ററിലെ സിനിമകളിലിപ്പോൾ കുറഞ്ഞു, അതുകൊണ്ടാണ്. സോ ഇപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് മൂവീസിൻ്റെ റിവ്യൂ ആണ്. ഒന്ന് ഞാൻ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്ത ജുറാസിക് വേൾഡ് റീബർത്ത്. രണ്ടാമത് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ മൂവി, ജോൺ സീനയുടെയും പ്രിയങ്ക ചോപ്രയുടെ ഒക്കെ മൂവിയാണ്. അത് പ്രൈമിലാണ് ഞാൻ കണ്ടത്. സോ അപ്പോൾ ആദ്യം ജുറാസിക് വേൾഡ് റീബർത്തിന്റെ റിവ്യൂ പറയാം. സോ ജുറാസിക് പാർക്ക് റീബർത്ത് ഞാൻ ഒരു മിക്സ് റിവ്യൂ ആയിട്ടാണ് തിയേറ്ററിൽ പോയി കണ്ടത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ കണക്ട് ചെയ്തു. അതായത് ഇപ്പോൾ ജുറാസിക് പാർക്ക് ഫസ്റ്റും സെക്കൻഡും അത് സ്റ്റീഫൻ സ്പിൽബർഗിന്റെ പടമാണ്. അതിനായിട്ട് ഒരു മൂവീസും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പം വന്ന റീബർത്ത് ആണ്. ഫസ്റ്റ് സെക്കൻഡും നല്ല പടം, പിന്നെ ജുറാസിക് തേർഡും റീബർത്തും ഒരു സ്റ്റേജിൽ വരുന്നതാണ്. സോ എനിക്കത് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ജുറാസിക് പാർക്കിന്റെ തേർഡ് കഴിഞ്ഞിട്ട് വന്ന 3 പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജുറാസിക് വേൾഡ്, പിന്നെ ജുറാസിക് വേൾഡ് ഫോളൻ കിങ്ഡം, പിന്നെ ജുറാസിക് വേൾഡ് ഡോമിനൻ. ഈ 3 സീരീസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എനിക്കൊരു ആവറേജ് ഫീലാ തോന്നിയിരുന്നത്. സോ അപ്പൊ ഈ ജുറാസിക് പാർക്ക് റീബർത്ത് കണ്ടപ്പോൾ എനിക്ക് മറ്റേ പണ്ടത്തെ നൊസ്റ്റാൾജിക് ഫീൽ അടിച്ചത്. ജുറാസിക് പാർക്ക് 1, 2, 3 ആ ഒരു പാറ്റേൺ. പിന്നെ ചില ആൾക്കാർ പറയുന്നത് പ്രെഡിക്റ്റബിൾ ആണ്. സോ ജുറാസിക് പാർക്ക് പടത്തിന്റെ ഒരു എല്ലാം പ്രെഡിക്റ്റബിൾ അല്ലേ, കാരണം ഇവര് ജുറാസിക് പാർക്കിന്റെ ആ ഏരിയയിലോട്ട് ചെല്ലും, ജുറാസിക് പാർക്ക് ഇവരെ തിരിച്ച് ഓടിപ്പിക്കും, ലാസ്റ്റ് വരെ രക്ഷപ്പെട്ടു പോരും. സെയിം പ്ലോട്ടാണ് എല്ലാ 7 സീരീസിനും സെയിം പ്ലോട്ടാണ്. അപ്പൊ പിന്നെ പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നതിന്റെ അടുത്തില്ല. പിന്നെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ആകെ ഒരു ആക്ടേഴ്സിന് മാത്രമേ അറിയുള്ളൂ, സ്കാലറ്റ് ജൊഹാൻസൺ ആണ്. ആളുടെ ആക്ടിങ് പിന്നെ എല്ലാവർക്കും അറിയാലോ, പിന്നെ പറയേണ്ട കാര്യമില്ല. ഓവറോൾ നല്ലൊരു മൂവിയാണ്. സ്റ്റോറി ഒന്നും ഞാൻ പറയുന്നില്ല, സ്റ്റോറിയൊക്കെ നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി അറിയാവുന്ന സ്റ്റോറിയൊക്കെ തന്നെയാണ്. പക്ഷെ ഒന്നും അല്ല, വാട്ടറിലെ സീൻസും പിന്നെ എയറിലെ ഡൈനോസർ, മറ്റേ ഫ്ലൈയിങ് ഡൈനോസർ വരുന്ന സീൻസും, പിന്നെ ഇതൊക്കെ പിന്നെ നമ്മുടെ OG ജുറാസിക് പാർക്ക് അത് വരുമ്പോഴും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സീനറീസും കൊള്ളാം, ആക്ടിങ്സും കൊള്ളാം, പിന്നെ ഗ്രാഫിക്സ് ആയാലും എല്ലാം ഓക്കെയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എവറിത്തിങ് ഇസ് ഫൈൻ. എനിക്ക് പിന്നെ ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സിൽ ഒരു ജുറാസിക് പാർക്ക് വരും. തുടക്കം കാണിക്കുന്നുണ്ട് ആ ജുറാസിക് പാർക്കിനെ, പിന്നെ ക്ലൈമാക്സ് അതിന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, അത് മ്യൂട്ടേറ്റ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ജുറാസിക് പാർക്ക്, ക്രോസ് ബ്രീഡ് ചെയ്ത്. അത് എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ഭീകരത ലുക്കില്ല, ഒരു ഭീകരത കാണിക്കാൻ വേണ്ടി കാണിച്ചെങ്കിലും അതൊരു നെഗറ്റീവ് അടിച്ചു. അതൊരു ക്ലൈമാക്സില് മെയിൻ ക്യാരക്ടറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണതിന്റെ ആ ലുക്ക് വൈസ് ആ ഡൈനോസർ ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. ഇനി അടുത്ത പാർട്ടിലൊന്നും ആ ഡൈനോസറിനെ ഇറക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അത് മാത്രമേ ഒരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ബാക്കി ഫുള്ളും എനിക്ക് പോസിറ്റീവായിട്ടാണ് തോന്നിയത്. ജുറാസിക് വേൾഡ് റീബർത്ത് എല്ലാവർക്കും തിയേറ്ററിൽ നിന്ന് കാണാം, വാച്ച് ചെയ്യാം. 3D കാണാം. 3D ആയിരിക്കും കൂടുതലും എഫക്റ്റ്. 4DX 3D ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐമാക്സിലൊക്കെ കിടിലനായിരിക്കും. അടുത്ത പടം ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ്. അത് ആമസോൺ പ്രൈം വീഡിയോയിൽ കണ്ട മൂവിയാണ്. ജസ്റ്റ് എനിക്ക് ബോറടിച്ചപ്പോൾ ഏതെങ്കിലും ഒരു പടം കാണാലോ എന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ കണ്ടതാണ്. ഈ പടത്തിനെ കുറിച്ച് ഞാൻ എനിക്ക് അറിയുന്നില്ലായിരുന്നു, ഇങ്ങനത്തെ ഒരു പടം ട്രെയിലറും പോലും കണ്ടിട്ടില്ല. കണ്ടപ്പോഴാണ് കുറച്ചങ്ങ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്, മസ്റ്റ് വാച്ച് ആണ്. അതിലെ മെയിൻ ക്യാരക്ടർ പ്രിയങ്ക ചോപ്ര, എറിസിൽബ, ജോൺ സീന. ഇതിന്റെ പ്ലോട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺട്രിയിലെ മറ്റേ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും അവര് ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്താണ്. ഈ ഫ്ലൈറ്റ് മറ്റേ ടെററിസ്റ്റ് ഗ്രൂപ്പ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നതും ഇവർ രക്ഷപ്പെടുന്നതും ഇവർ സർവൈവ് ചെയ്യുന്നതും ഇവരെ തിരിച്ച് രാജ്യത്തോട്ട് കൊണ്ടുവരുന്നതൊക്കെയാണ് മെയിൻ പ്ലോട്ട്. അത് നല്ല രീതിയിൽ അതിന്റെ ആക്ടിങ് വൈസ് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു 3 പേരും. ഇനി പ്രിയങ്ക ചോപ്ര ശരിക്കും വേറെ ലെവൽ ആക്ടിങ് ആണ്. ശരിക്കും ആ മൂവീസിലെ പ്രിയങ്ക ചോപ്ര കൊണ്ടുപോയി എന്ന് പറയണം.
പ്രിയങ്ക ചോപ്രയാണ് ഏറ്റവും ടോപ്പിലായിട്ട് ആ പടം അഭിനയിച്ചത്. ആ സ്വാഗും ഒക്കെ അടിപൊളിയായിരുന്നു. അത് നിങ്ങൾക്ക് ടൈം കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് വാച്ച് ആണ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്. കണ്ടിരിക്കാവുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ആയാലും സ്റ്റോറി ആയാലും എല്ലാം, പിന്നെ ചില കോമഡി സീൻസും ആയാലും നല്ല രീതിയിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. ജോൺസിനയുടെ ആക്ടിങ് ആയാലും പിന്നെ എഡ്രിസ് എൽബ ആളുടെ ആക്ടിങ് ആയാലും. എഡ്രിസ് എൽബ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. സിനിമയില് മിക്ക സിനിമയിലും കുറച്ച് സിനിമയിലൊക്കെ ആളെ കണ്ടിട്ടുണ്ട്. എനിവേസ് അത് നല്ലൊരു ആക്ഷൻ മൂവിയാണ്. എന്തായാലും ഹെഡ്സ് ഓഫ് സ്റ്റേറ്റും കൂടി നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം. സോ അത്രേ ഉള്ളൂ. ബൈ.